കൊല്ലം കുമ്മളിൽ 22കാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് തൃക്കണ്ണാപുരം സ്വദേശി ഫാത്തിമ. ഭർത്താവുമായി പിണങ്ങി കാമുകനോടൊപ്പം താമസിക്കവെയാണ് ജീവനൊടുക്കിയത്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കണ്ണൂർ കേളകത്ത് ഇരുചക്രവാഹനത്തിൽ നിന്നും വീണ് വീട്ടമ്മ മരിച്ചു. മടപ്പുരച്ചാൽ സ്വദേശി ഉഷയാണ് മരിച്ചത്. അപകടത്തിൽ ഭർത്താവിനും പരിക്കേറ്റു. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ സൗജന്യ ആയുർവേദ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് സംഘടിപ്പിച്ചത് നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടുകരയും ശ്രീധരിയും ആയുർവേദിക് ഐ ഹോസ്പിറ്റലും സംയുക്തമായി. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ 100ഓളം പേർ പങ്കെടുത്തു. തൃശൂർ വെങ്കിടങ്ങ് വില്ലേജ് ഓഫീസർ ഇ ശോഭയ്ക്ക് യാത്രയപ്പ് നൽകി. സംസ്ഥാന സർക്കാരിന്റെ മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള പുരസ്കാരവും ശോഭ സ്വന്തമാക്കിയിട്ടുണ്ട്. യാത്രയപ്പ് യോഗത്തിൽ വില്ലേജ് ഓഫീസ് ജീവനക്കാർ, ബൂത്ത് ലെവൽ ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഉത്തർപ്രദേശിൽ കെട്ടിടം തകർന്നു വീണതിനെക്കുറിച്ച് അന്വേഷിക്കാൻ 3അംഗ കമ്മിറ്റിയെ നിയോഗിച്ച് സർക്കാർ. കഴിഞ്ഞ ശനിയാഴ്ചയാണ് 3 നില കെട്ടിടം തകർന്നു വീണ് 8 പേർ മരിച്ചത്. ആഫ്രിക്കൻ രാജ്യമായ സുഡാനിലെ ഷെല്ലാക്രമണത്തിൽ 21 പേർ മരിച്ചു. 67 പേർക്ക് പരിക്കേറ്റു. ഷെല്ലാക്രമണം നടത്തിയത് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ് എന്ന് സൂചന.